നിങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് നോക്കിയാലോ. എത്ര വലിയ സിഹർ ബാധയും തകർത്ത് കളയുന്ന അതിവിശിഷ്ടമായ 5 ആയത്തുകളുണ്ട് ഖുർആനിൽ. ഏതാണ് ആയത്തുകളെന്ന് പഠിക്കണ്ടേ? എന്നിട്ട് ജീവിതത്തിലൊന്ന് അന്വർത്ഥമാക്കി നോക്കിയേ. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സുഖവും സന്തോഷവും അള്ളാഹു നിങ്ങൾക്ക് തരും. ഏതാണ് നമുക്ക് പഠിക്കാം. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുണ്ട്. ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് റബ്ബുൽ ആലമീനായ അള്ളാഹു നമുക്ക് സമാധാനം സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഹാപ്പി അല്ലേ എല്ലാവരും? എപ്പോഴും ഹാപ്പി ആയിരിക്കണം കേട്ടോ. സിഹർ കൊണ്ട് അടങ്ങിയാറായി എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ജീവിതം തന്നെ സിഹർ കാരണം നഷ്ടത്തിലായി പോയവർ, ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ. സിഹർ ജീവിതം തകർത്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പേടിക്കണ്ട കേട്ടോ. ഹൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ്. ആര് സിഹർ ചെയ്താലും ഫലിക്കണമെങ്കിൽ ആരുദ്ദേശിക്കണം? വമാഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. സിഹറാകട്ടെ, കണ്ണേറാകട്ടെ, നാവേറാകട്ടെ, ഏത് ഷർറും ഫലിക്കണമെങ്കിൽ അള്ളാഹ് ഉദ്ദേശിക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ ഉദ്ദേശിക്കാതെ ഒരു സിഹറും ഫലിക്കൂല. അപ്പം നിങ്ങൾക്ക് സിഹർ ഫലിച്ചിട്ടുണ്ടോ? അത് അള്ളാഹിൻ്റെ പരീക്ഷണമാണ്. റബ്ബുൽ ആലമീനോട് ദ്വാരക്കരല്ലാണ്ട് നമുക്കെന്താ പിന്നെ വഴി അല്ലേ? നമ്മൾ എന്ത് നന്മ സിഹർ തകർക്കാനായിട്ട് എന്ത് ബാത്തുലാക്കുന്നുണ്ടെങ്കിലും അതിനുള്ള കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ആ കർമ്മവും ഫലവത്താക്കണത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ബാത്തുലാക്കി കളയട്ടെ. ഒരു അത്ഭുത സൂറത്തുണ്ട്. 5 ആയത്തുകളെ അതിലുള്ളൂ. ഏതാണ് ആ സൂറത്ത്? നമുക്കെല്ലാവർക്കും അറിയുന്ന, നമ്മളെപ്പോഴും ഓതുന്നൊരു സൂറത്താണ്. പരിശുദ്ധ ഖുർആനിലെ 113-ാമത്തെ അധ്യായം. ഏതാണ്? സൂറത്തുൽ ഫലഖ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. മനോഹരമായ സൂറത്താണ്. ഈ സൂറത്തിന് വലിയ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. 5 ആയത്തുകളാണുള്ളത്. 23 വാക്കുകളാണ്. 23 വാക്കുകളാണ് ഈ സൂറത്തിലുള്ളത്. 74 അക്ഷരങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. ഇങ്ങനെ ഇതിൻ്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം പോലും കൃത്യമായി മുഫസ്സിറുകൾ, ഇമാമുമാർ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നത്തെ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സൂറത്താണ്. അതുകൊണ്ട് തന്നെ സിഹർ എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് സൂറത്തുൽ ഫലഖ് എന്ന് പറയുന്നത്. സിഹർ അതിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അല്ലേ? സിഹർ ചെയ്യുന്ന ആളുകളുണ്ടോ? ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത് കേട്ടോ. എന്തിനും ഏതിനും സിഹർ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാകാൻ പാടില്ല. ചില ആളുകൾ പറയും, അമ്മായിയമ്മ എനിക്കെതിരെ സിഹർ ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മായിയമ്മക്ക് ഇതല്ലേ പണി? എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളായി മാറിക്കഴിഞ്ഞാൽ അമ്മായിയമ്മയായിട്ട് എന്തെങ്കിലും പിണക്കുണ്ടാവും, അല്ലെങ്കിൽ കുടുംബത്തിൽ ആരായിട്ടെങ്കിലും പിണക്കുണ്ടാവും. അതിൻ്റെ പേരിൽ അമ്മായിയമ്മ ചെയ്തതാണ് ഈ സിഹർ, അല്ലെങ്കിൽ മരുമോൾ എന്നെ തകർക്കാൻ വേണ്ടി സിഹർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചിന്തയൊന്നും പാടില്ല. എപ്പോഴും അമ്മായിയമ്മയും മരുമക്കളും നല്ല ബന്ധം വേണം കേട്ടോ. മരുമകൾ ആരാ? ചില സഹോദരിമാർ സങ്കടം പറഞ്ഞു, പക്ഷെ അത് ഞങ്ങളുടെ അമ്മായിയമ്മ ഒരു വിലയില്ല. അവരുടെ മക്കളോട് ഭയങ്കര സ്നേഹം കാണിക്കും, ഞങ്ങളോട് മിണ്ടൂല. ചില അമ്മായിരും മിണ്ടാത്ത ആൾക്കാരുണ്ട് എന്നാണ് അല്ലേ? എൻ്റെ ഈ സ്വഭാവുൽ ഹൈർ കാണുന്ന നമ്മുടെ സദസ്സിൽ ഒരു അമ്മായിയമ്മമാർ അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ അമ്മായിയമ്മമാരാകരുത് കേട്ടോ. നമ്മളോട് പ്രയാസം ഉണ്ടാക്കിയാൽ നമ്മൾ അങ്ങോട്ട് മിണ്ടാതെ, നമ്മുടെ മക്കളല്ലേ, അവർക്ക് ചെറുപ്രായത്തിൽ എന്തറിയാനാണ്? ചിലപ്പോൾ 25-30 വയസ്സൊക്കെ ഉണ്ടാവും അല്ലേ? ചില 18 വയസ്സിൽ വീട്ടിലേക്ക് വന്നു കയറുന്ന കുഞ്ഞിനോട് പോലും ദേഷ്യത്തോടെ പെരുമാറുന്ന അമ്മായിയമ്മമാരുണ്ട്. നിങ്ങളുടെ മോളായിട്ട് കാണുക. പിന്നെ മരുമക്കളാണെങ്കിൽ നിങ്ങൾ ഉമ്മയായിട്ട് കാണുക. നിങ്ങളുടെ ഉമ്മ നിങ്ങളോട് ദേഷ്യം പിടിക്കൂലേ? നിങ്ങൾക്കപ്പോൾ പ്രയാസം തോന്നാറുണ്ടോ? എന്നതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മനസ്സിലാക്ക്. എല്ലാവരുടെയും പൊരുത്തക്കേടും മിണ്ടാതിരിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ട് നമ്മളിങ്ങനെ നിസ്കരിച്ച് നോമ്പ് പിടിച്ചിട്ട് എന്താണ് കാര്യം? അപ്പോൾ അമ്മായിയമ്മമാരും മരുമക്കളും നന്നാവണം കേട്ടോ. അപ്പോൾ സിഹർ ഒരാൾ ചെയ്താൽ അവൻ തകരും, അവൻ നശിക്കും. അതായത് വൻപാപങ്ങളിൽ ശിർക്ക് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത് സിഹറാണ്. അത്രമേൽ വലിയ അപകടമാണ് സംഗതി. ഒരു സിഹർ ചെയ്യുന്നൊരു മനുഷ്യൻ അവൻ നരകിക്കാതെ ദുനിയാവിൽ നിന്ന് പോകില്ല. നരകിച്ച് പുഴുത്തേ മരിക്കുള്ളൂ.
അത്രമേൽ വലിയ വേദന ഒരാൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് സിഹറിലൂടെ അല്ലേ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താണ് ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം? ഖുറൈശികളായ ആളുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തകർക്കാൻ ഒരുപാട് പണി നോക്കി, നമുക്കൊക്കെ അറിയാം അല്ലേ. അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു ഹിഫ്ള്, ഒരു സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സംഗതികളൊന്നും ഏൽക്കൂല. അമ്പിയാക്കൾക്ക് അങ്ങനെ കാവലുണ്ട്. വേണ്ട, നമ്മളെപ്പോലെ സാധാരണ മുസ്ലിങ്ങൾക്കും അങ്ങനത്തെ കാവലല്ല തരുന്നുണ്ട്. നമുക്കെതിരെ എന്തോരം കണ്ണീറും സീറും പ്രയാസമൊക്കെ വരുന്നുണ്ടാവും. പക്ഷേ ഇതിനെയൊക്കെ തകർത്ത് കളയുന്ന ഒരു ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ശരീരത്തുണ്ട്. എന്താണത്? നമ്മൾ ഈ നിസ്കരിക്കുന്ന നിസ്കാരവും നമ്മൾ ചൊല്ലുന്ന ദിക്റും സ്വലാത്തും ഒക്കെയാണ് ഇതിനെയൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത്. മറ്റേ സംഗതി സിഹറും കണ്ണീറും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് തട്ടിക്കളയുന്നത് നമ്മൾ ഈ പതിവായി കൊണ്ട് നടക്കുന്ന ദിക്റുകളും അതുപോലെ നിസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇതൊന്നും ഇല്ലാതായി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഭേദിച്ചകത്തേക്ക് കിടക്കും. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ ദിക്റും സ്വലാത്തൊക്കെ എന്തിനാണെന്ന് ചോദിക്കുന്നവരോട്, ഇതൊക്കെ വേണം, ഇത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്നല്ലേ. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചില സമയത്ത് സിഹർ അതൊക്കെ തുളച്ച് നമ്മുടെ ശരീരത്തേക്ക് കയറാറുണ്ട്. അതൊന്നുകിൽ അതിഭീകരമായ സിഹറായിരിക്കും, കൊടിയ സിഹറായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്നതിൻ്റെ ഒരു തീവ്രത കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അള്ളാൻ്റെ കഥ അത് നടക്കണം, അത് സംഭവിക്കണം എന്തായാലും എന്നുള്ള കഥ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പരമാവധി അദ്കാറുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ നമ്മൾ ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. എന്നിട്ടൊരു കാവൽ വലയം നമ്മൾ ഒരുക്കി വെക്കണം അള്ളാഹുവിൽ നിന്ന് കാവൽ ലഭിക്കാനായിട്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ വലിയ അപകടമാണെന്ന് പറയട്ടെ. ഏതായാലും ഖുറൈശികൾ ചെയ്ത പരിപാടി എന്താണെന്നറിയോ? അവർ എല്ലാ പണിയും ചെയ്തിട്ടും മുത്തുനബിക്ക് ഏൽക്കാതെ വന്നപ്പോൾ ലബീദ് ഇബ്നുൽ അഅ്സം എന്ന് പറയുന്നൊരു ജൂതൻ്റെ അടുക്കൽ പോയി. ലഅനത്തുല്ലാഹി അലൈഹി. അവനെപ്പോലെ ശപിക്കപ്പെട്ടവൻ ആരാ? അയാൾ സിഹർ ചെയ്യുന്ന മാരണക്കാരനാണ്, കൂടോത്രക്കാരനാണ്. അയാളോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് ഇത്ര സ്വർണം തരാം, മുഹമ്മദിനെ ഒന്ന് തകർത്ത് തരണം. പുള്ളി പിന്നെന്താ, സിമ്പിളാണെന്ന് പറഞ്ഞത്. സിഹർ ഫലിച്ച് എന്തൊക്കെ സംഭവിക്കും? കുടുംബം തകരും. ആദ്യമായിട്ട് സിഹർ ചെയ്ത ആളുകൾ തന്നെ ഇത് ചെയ്തതെന്തിനാണെന്നറിയോ? ഭാര്യനെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കാനാണെന്ന് സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്തുണ്ട്. നിങ്ങൾ നോക്ക്. കുടുംബം തകരും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റും, ആക്സിഡൻറ്റ് സംഭവിക്കാം, അതുപോലെ തന്നെ നിത്യരോഗിയായി മാറും. ചില ആളുകൾ എപ്പോഴും രോഗം, മരണം പോലും സംഭവിക്കാം. പക്ഷെ എല്ലാം ഇങ്ങനെയാണെന്നല്ല കേട്ടോ, എല്ലാം ഇങ്ങനെയാണെന്നല്ല. ഇതുകൊണ്ട് ഇങ്ങനെയും സംഭവിക്കാമെന്ന് പറയണം, മരണം പോലും സംഭവിക്കാം. പക്ഷെ മരണം സംഭവിക്കണമെങ്കിലും അള്ളാൻ്റെ കലായിലാണ്. ഈ നടക്കുന്നതൊക്കെ അള്ളാൻ്റെ കല ആണ്, അതിലപ്പുറം ഒന്നുമില്ല. പിന്നെ കണ്ണേർ ചില സമയത്ത് സിഹറിനേക്കാൾ ഡേഞ്ചറാണെന്നേ. കണ്ണേർ ചില സമയത്ത് സിഹറിനേക്കാൾ ഡേഞ്ചറാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മരണം പോലും സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്വഭാവൽ ഹൈർ പോലെ കൃത്യമായ ദിക്റുകളിലൂടെ ഇങ്ങനെ പോകുന്നത്. ചില ആൾക്കാർ പറയും യൂട്യൂബിൽ മുലിയാക്കന്മാർ വന്നിരുന്ന് ദിക്റ് പഠിപ്പിക്കുകയാണ്. അതിനെന്താ? ദിക്റല്ലേ പഠിപ്പിക്കണത്, ഡാൻസ് ഒന്നും അല്ലല്ലോ. ഡാൻസ് പഠിപ്പിക്കുന്നവരോടൊരു പ്രശ്നമൊന്നുമില്ല. ദിക്റ് പഠിപ്പിച്ചാലാണ് പല ആളുകൾക്കും പ്രയാസം. ഈ ദിക്ർ സ്വഭാവുൽ ഹൈർ കാണുന്ന ആളുകൾക്ക് അൽഹംദുലില്ലാഹ് ഒരുപാട് കാവൽ കിട്ടുന്നുണ്ട്. നിങ്ങളറിയാതെ പലരും പറയാൻ, ഉസ്താദ് ഇന്നലെ ഒരു അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമെന്ന് ഒരിക്കലും കരുതിയില്ല, പക്ഷേ അൽഹംദുലില്ലാഹ് പറയുന്നതിൻ്റെ ബർക്കത്തോട് രക്ഷപ്പെട്ടതാണ്. അങ്ങനെ സ്വഭാവുൽ ഹൈറിലൂടെ ജീവിതം മറിയുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ മനുഷ്യന്മാരുണ്ട്. എന്ത് ഈ ദിക്റിൻ്റെ ഫലമാണ്? അൽഹംദുലില്ലാഹ് എന്ന ദിക്റിൻ്റെ ഫലമാണ്. അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ. അപ്പോൾ സിഹർ പോലൊരു സംഗതി നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഓടുന്നത് ഏതെങ്കിലും തട്ടിപ്പുകാരുടെ അടുത്തേക്കായിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സിഹർ ചികിത്സക്കായിരിക്കുന്ന 100-ൽ 99% കള്ളന്മാരാണ്. ഹക്കായ ആളുകളുടെ അടുക്കൽ പോവുക, കുറേ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടായി നഷ്ടപ്പെടുത്തി ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ സുന്നിയെന്നോ മുജാഹിദൊന്നൊന്നുമില്ല, എല്ലാത്തിലും ഉണ്ട് ഇതേപോലത്തെ പറ്റിക്കുന്ന ആൾക്കാർ. പറ്റിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നമ്മൾ പോകണ്ട. എന്തായാലും ഒരു പുത്തൻവാദിയുടെ അടുക്കലേക്ക് നമ്മൾ തീരെ പോകാൻ പാടില്ല. അതുകൊണ്ട് ഒരു കാര്യവും നമുക്ക് കിട്ടാനില്ല. പക്ഷേ ആലിമീങ്ങളുടെ അടുക്കൽ, നല്ല ആലിമീങ്ങളുടെ അടുക്കൽ നമ്മൾ പോകണം എന്നാണ്. നമുക്കങ്ങനെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നാൽ ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ സിഹറും കണ്ണീറും ഒക്കെ. അതിമാരകമായ സംഗതികളാണെങ്കിൽ ചികിത്സ തേടി പോകുമ്പോൾ സ്വാലിഹീങ്ങളുടെ അടുക്കൽ മാത്രം പോവുക. തട്ടിപ്പുകാരുടെ അടുക്കൽ, പൈസയ്ക്ക് വേണ്ടി ഇരിക്കുന്ന ആളുകളുടെ അടുക്കൽ പോയി ജീവിതം തകർക്കാതിരിക്കുക, പൈസ നശിപ്പിക്കാതിരിക്കുക എന്നുകൂടെ ഉണർത്തട്ടെ. ഏതായാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ഫലിച്ചു. അതായത് നമ്മുടെ ഈ അമ്പും വില്ലും ഉണ്ടല്ലോ, അപ്പോൾ വില്ല് ഘടിപ്പിക്കുന്നൊരു വലിയ ചരടുണ്ട്. ആ ചരടിലാണ് അവർ സിഹറിൻ്റെ മന്ത്രണങ്ങളൊക്കെ ചെയ്തത്. അതുപോലെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട തിരുമുടിയും അതും സിഹറിന് വേണ്ടി വന്നിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, നബിതങ്ങളുടെ വീട്ടിലൊരു ജൂതപ്പയ്യൻ ജോലിക്ക് നിന്നിരുന്നു. നബിതങ്ങൾക്ക് അങ്ങനെ വിദ്വേഷമൊന്നും ഉണ്ടായിരുന്നില്ല ആരോടും. എല്ലാവരെയും പരിഗണിക്കും. അപ്പോൾ വീട്ടിൽ ജോലിക്ക് നിന്നത് ജൂതനായ പയ്യനാണ്. അവനിവർ പൈസ കൊടുത്ത് സ്വാധീനിച്ചിട്ട് മുഹമ്മദിൻ്റെ തലയിലെ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് മുടി ഞങ്ങൾക്ക് വേണം, അതുപോലെ തന്നെ മുടിയിരുന്ന ചീപ്പ് ഞങ്ങൾക്ക് വേണം, ചീപ്പിലെ പല്ല് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പൈസയിൽ ആ പയ്യൻ വീണു. അവനതൊക്കെ ഒപ്പിച്ചു കൊടുത്തു. കാരണം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുടി ഉണ്ടായിരുന്നത് കൊണ്ട് അവിടത്തേക്ക് മുടി ചീകുന്ന സമയത്ത് എന്തായാലും കുറച്ച് മുടികൾ എവിടെ ഉണ്ടാവും? ചീർപ്പിലുണ്ടാവും.
അപ്പോൾ ആ ചീപ്പിൽ നിന്ന് മുടിയെടുത്ത മനുഷ്യൻ കൊടുത്തു, മുടിയിരുന്ന ചീപ്പിൻ്റെ പല്ല് കൊണ്ടുപോയി കൊടുത്തു, ഈത്തപ്പന മടൽ കൊണ്ടുപോയി കൊടുത്തു. ഇതൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെയാണ് സിഹിർ ചെയ്തത്. അതുകൊണ്ടാണ് പഴയ ആളുകളൊക്കെ പറഞ്ഞു തരുന്നത്, നമ്മൾ ഈ നഖം വെട്ടിയാലും മുടി കൊഴിഞ്ഞാലും ഒക്കെ അവിടെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയരുത്. മനുഷ്യരുപയോഗിച്ചില്ലെങ്കിൽ അത് ജിന്നുകൾ എടുത്തുകൊണ്ട് പോയി സിഹിറിന് ഉപയോഗപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് അതൊക്കെ കുഴിച്ചിടണം എന്നാണ് നമ്മുടെ കാർന്നോമാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് നല്ല കാര്യം തന്നെയാണ്, അത് നല്ല കാര്യമാണ്, മോശം കാര്യമല്ല. മഹത്തുക്കളായ ആളുകൾ പോലും അത് പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ മുടിയും നഖമൊക്കെ അലക്ഷ്യമായിട്ട് അവിടെ ഇവിടെ ഇടാൻ പാടില്ല. അതൊക്കെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചേക്കാം. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹിർ ഫലിച്ചു. അതെന്തിനാ? അത് അള്ളാഹ് ഫലിക്കുമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. മുത്തുനബിക്ക് സിഹിർ ഫലിച്ചു. 6 മാസത്തോളം ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ഖുറൈശികളെ അള്ളാഹ് സന്തോഷിപ്പിച്ചിട്ടില്ല കേട്ടോ. ഖുറൈശികളായ ആളുകൾക്ക് ഇത് കണ്ട് സന്തോഷിക്കാനുള്ള അവസരം അള്ളാഹ് കൊടുത്തില്ല. വീട്ടിലേക്ക് കയറുമ്പോഴാണ് മുത്തുനബിക്ക് ബുദ്ധിമുട്ട്. ഞാനിപ്പോൾ കഴിച്ചില്ലേ, ഇങ്ങനെ സംശയങ്ങൾ, കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അള്ളാഹിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹാരം തേടി. അങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് തലഭാഗത്ത് ജിബ്രീൽ അലൈഹിസ്സലാമും കാൽഭാഗത്ത് മീക്കായിൽ അലൈഹിസ്സലാമും വന്നിരുന്നു. എന്നിട്ട് ജിബ്രീലിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് സിഹർ ചെയ്തത്? ഇന്ന ആളാണ്, ലബീദ് ബിനുൽ അഅ്സമാണ്. എന്തിലൊക്കെയാണ് സിഹർ ചെയ്തത്? ആര്? ഈ തലഭാഗത്തിരിക്കുന്ന മലക്ക് കാൽഭാഗത്തിരിക്കുന്ന മലക്കിനോട് ചോദിക്കാണ്. അങ്ങനെ തിരിച്ചും മറിച്ചും ചോദ്യങ്ങളൊക്കെ ആയപ്പോൾ റസൂലുള്ളാഹിക്ക് ക്ലിയറായി, ഇത് സിഹറാണ്, ഇന്ന ആൾ ചെയ്തതാണ്. ഈ സിഹറിൻ്റെ സാധനങ്ങളൊക്കെ ദൂ അറുവാൻ കിണറ്റിലാണ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്നൊക്കെ ബോധ്യമായപ്പോൾ നബി തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അലിയെ, ഇന്നാലിൻ്റെ സ്ഥലത്ത് പോയിട്ട് ചുറ്റുഭാഗമൊക്കെ ഒന്ന് നിരീക്ഷിക്കുക, അവിടെ ഇന്നാലിൻ്റെ സാധനം ഉണ്ടോ എന്ന് നോക്കണം. അലിയാർ പോയി. അവിടെ ചെല്ലുമ്പോൾ ഒരു രൂപമുണ്ട്. ആ രൂപം മുത്തുനബിയുടെ രൂപത്തിലാണ് ഈ പണിയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അതിലാണ് സിഹറൊക്കെ ചെയ്തിട്ടുള്ളത്. ആ രൂപം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു. അത് കൊണ്ടുവരുന്ന സമയത്താണ് 2 ആയത്തുകൾ അള്ളാഹു ഇറക്കുന്നത്. ആദ്യം ഇറങ്ങിയത് സൂറത്തുൽ ഫലഖാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാതാതി ഫിൽ ഉഖദ്. കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ് അതിലുണ്ട്. കാവൽ ചോദിക്കുന്നു എന്നാണ്. ഏതാണ് ഈ കെട്ടുകളിൽ ഊതിയ പെണ്ണുങ്ങൾ? അത് ലബീദ് ബിനുൽ അഅ്സം എന്ന ജൂതൻ, കിളവനാണ്, വയസ്സനായവൻ. ആ വലിയ നന്ദയുടെ പെൺമക്കളാണ് അയാളെ സഹായിച്ച് സിഹർ ചെയ്തത് മുത്തുനബിക്കെതിരെ. അപ്പോൾ അങ്ങനെ സിഹറുകാരുടെ മുഴുവൻ കുതന്ത്രങ്ങളും തകർക്കണേ എന്നർത്ഥം വരുന്ന ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. അങ്ങനെ ഇത് ഓതിത്തീരുമ്പോഴേക്ക്, 2 സൂറത്തുകൾ ഓതിത്തീരുമ്പോഴേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചങ്ങലയിൽ നിന്നിങ്ങനെ മോചിപ്പിക്കപ്പെട്ടതുപോലെ ആ കെട്ടുകളെ കഴിഞ്ഞും പോയി, ആ പാവയിൽ കെട്ടിയിരുന്ന കെട്ടുകളെ കഴിഞ്ഞും പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ഇങ്ങനെ ഫ്രീ ആയി. മുത്തുനബി ആ സിഹറിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. അപ്പോൾ എത്ര വലിയ സിഹറും തകർക്കാനുള്ള സൂറത്തായി, ആയുധമായി അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തന്ന സംഗതിയാണിത്. സൂറത്തുൽ ഫലക്കും നാസും ഒക്കെ. അതിൽ തന്നെ വളരെ പ്രാധാന്യമുണ്ട് സൂറത്തുൽ ഫലക്കിന്. പിന്നെ ഇതുണ്ടാകാനുള്ള ഒരു കാരണം നമ്മളോടുള്ള അതിയായ അസൂയ കേട്ടോ. അതാണ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയക്കാരുടെ അസൂയ എന്ന് പറയാൻ കാരണം അതാണ്. ചിലപ്പോൾ എന്ത് കിട്ടിയാലും സ്റ്റാറ്റസ് ഇടുന്ന കുറേ സഹോദരിമാരുണ്ട്. വീട്ടിൽ എന്തെങ്കിലും ഒരു കാറ് വാങ്ങിയ ഉടൻ തന്നെ സ്റ്റാറ്റസ്, സ്ഥലം വാങ്ങിയാൽ ഉടൻ തന്നെ സ്റ്റാറ്റസ്. അങ്ങനെ നമ്മൾ ഈ നിരന്തരം സ്റ്റാറ്റസ് ഇടുമ്പോഴേ നമ്മളെ കാണുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ നല്ലത് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കില്ല. ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ മാത്രം നമുക്കൊന്നുമില്ലല്ലോ, അമ്പല്ല അങ്ങനെയാണല്ലോ എന്നൊരു ചിന്ത ചിലപ്പോൾ കണ്ണീറിന് കാരണമാകും. അത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ മുഴുവൻ തകർത്ത് കളയാൻ, അല്ലാഹു സ്വീകരിച്ചാൽ അത് മുഴുവൻ അനുഗ്രഹങ്ങളെ തകർത്ത് കളയാൻ അത് മതി. കണ്ണീർ ഒട്ടകത്തെ ചട്ടിയിലാക്കും എന്ന റസൂലുള്ളാഹി പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ അത്രമേൽ ഡേഞ്ചർ സാധനമാണ്. കണ്ടതും കാണാത്തതും ഒക്കെ കൊണ്ടുപോയി സ്റ്റാറ്റസ് ഇടുന്ന കുറേ ആൾക്കാർ, ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി സ്റ്റാറ്റസ് ഇടുക. നമ്മളെന്ത് നല്ലത് കണ്ടാലും നമ്മൾ മനസ്സിലാക്കേണ്ട, സ്വഭാവുൽ ഖൈറിൻ്റെ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് നല്ലത് കണ്ടാലും ഞാൻ നോക്കിക്കണ്ട് മാഷാ അല്ലാഹ് പറഞ്ഞ് ശീലിക്കാം. അള്ളാഹു നീ അവർക്ക് ബറക്കത്ത് ചെയ്ത് കൊടുക്കണം, ഇനിയും വർദ്ധിപ്പിക്കണമെന്ന് മനസ്സറിഞ്ഞ് പറയാം. അപ്പം എന്ത് സംഭവിക്കും? അള്ളാഹ് നമുക്കും വർദ്ധിപ്പിച്ചു തരും. അല്ലാണ്ട് കുശുമ്പോടെ ഒന്നുമില്ല, ഒക്കെ കിട്ടിയേക്കണം, ഓക്കെ ഒക്കെ എന്താണ്, അങ്ങനെ ഒരു കിട്ടിയവനെ കിട്ടിയത് നന്നായി, ഇങ്ങനെ പറയുന്ന ആളുകളെ കൊണ്ട് അവർക്ക് ഉപദ്രവം ഉണ്ടാവുള്ളൂ. അതിലും വലിയ ഉപദ്രവം അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കും ഉണ്ടാവും. മനസ്സിലായോ? കണ്ണേറിനും സിഹറിനൊന്നും നമ്മൾ കാരണക്കാരാകാതിരിക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു 3 സൂറത്ത് നമ്മൾ എപ്പോഴും കൃത്യമാക്കി വെക്കണം കേട്ടോ. ഏതാണത്? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഫലക്ക്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്തുകൾ രാവിലെ സുബ്ഹി കഴിഞ്ഞിട്ട് 3 തവണ ഓതുകയില്ല. അത് വൈകുന്നേരം വരെ അത് മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിലും, വേറെ സൂറത്തുകളോ ആയത്തുകളോ ഒന്നും ഓതിയില്ലെങ്കിലും അത് മതി നിങ്ങൾക്ക്. രാത്രി മഗ്‌രിബ് കഴിഞ്ഞിട്ടൊന്നും ഓതുക, നേരം വെളുക്കണത് വരെ അത് മതി. അത് കാവലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി അത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് സിഹർ ബാധിച്ചു, കണ്ണീർ ബാധിച്ചു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, വലിയ ഉപദ്രവം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. സൂറത്തുൽ ഫലക്ക് നാസും എല്ലാ ദിവസവും 50 പ്രാവശ്യം ഓതുക. ഇന്ന് ഫലക്ക് 50, നാസ് 50, നാളെ ഫലക്ക് 50, നാസ് 50, അങ്ങനെ 21 ദിവസം.
അല്ലെങ്കിൽ 41 ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കിയേ, എത്ര വലിയ സിഹറും അള്ളാഹു തകർത്ത് കളയും. അതുപോലെ തന്നെ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഈ 3 സൂറത്തും ഓതണം. രാത്രി നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നേ. നല്ല നെയ്യത്തിൽ ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ കൈകളിൽ ഊതിയിട്ട് ശരീരം മുഴുവൻ തടവുക. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ ഘട്ടം, നല്ല ക്ഷീണമുണ്ട് മുത്തുനബിക്ക്. ആയിഷാ ബീവിക്ക് അറിയാം ഇത് മുത്തുനബിയുടെ സുന്നത്താണ്, ഈ ഫലക്കൻ നാസൊക്കെ ഊതൽ. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? അവിടുന്ന് സൂറത്തുൽ ഫലക്ക് നാസൊക്കെ ഓതിയിട്ട് മുത്തുനബിയുടെ കയ്യിലേക്ക് മന്ത്രിച്ചു ഷ്ഫി. എന്നിട്ട് ശരീരം മുത്തുനബിയുടെ കൈ തന്നെ സ്വന്തം ശരീരത്തിൽ ഇങ്ങനെ തടവിക്കൊടുത്തു. എന്തേ? ആയിഷാ ബീവിയുടെ കൈയേക്കാൾ ബറക്കത്തുണ്ട് ആരുടെ കൈക്ക്? ഏറ്റവും ബറക്കത്തുള്ള കൈ അത് മുത്തുനബിയുടെ കൈയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുത്ത് ഹബീബിൻ്റെ കയ്യിലേക്ക് തന്നെ മന്ത്രിച്ചു ഊതിയിട്ട് അതേ കൈ കൊണ്ട് അവിടുത്തെ ശരീരം ഇങ്ങനെ തടവിക്കൊടുക്കുന്ന സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ. അതുപോലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരിക, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ പോയി വന്ന് ഭയങ്കര ഇടങ്ങേറ്, ഉടനെ എന്ത് ചെയ്യണം? സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, ഈ 4 സൂറത്തുകൾ 7 തവണ ഓതിയിട്ട് ശരീരത്തിൽ മന്ത്രിക്കുക, അല്പം വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക. നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും. ആ സംഗതികളൊക്കെ, പ്രയാസങ്ങളൊക്കെ മാറിപ്പോകുന്നതായി നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവും. മനസ്സിലായോ? അപ്പം ഇന്ന് മുതൽ എല്ലായിടത്തും സൂറത്തുൽ ഫലക്ക് നാസൊക്കെ കയറി വരട്ടെ. എല്ലാ സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും അത്തരം ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കട്ടെ. നമ്മൾ ഈ ആഴ്ചത്തെ വിജയി ആരാന്നറിയണ്ടേ? ഒരാഴ്ച ആയല്ലോ. ഈ ആഴ്ചത്തെ വിജയെ നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്തിൻ്റെ പേരെന്താണ്? അതിനെ പറയുന്ന പേരുകൾ എന്താണെന്നാണ്? സൂറത്തു മക്കി. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം, ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ ലഭിക്കാൻ ഓതൽ പതിവാക്കാൻ പറഞ്ഞ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന സൂറത്തിൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുമല്ലോ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഈ ആഴ്ചയിലെ വിജയരാണ് നമ്മുടെ അഡ്മിൻസ്. ഒന്ന് നോക്കി. മാഷാ അല്ലാഹ്, മുഹമ്മദ് ഹസീബ് KP, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഹസീബ്, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ. കൺഗ്രാജുലേഷൻ. അപ്പോൾ നമ്മുടെ ഈ താഴെ കാണുന്ന 2ാമത്തെ നമ്പറിലേക്ക്, നമ്മുടെ റിലീഫ് പദ്ധതിയുടെ 2ാമത്തെ നമ്പറിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. നിങ്ങൾ ഈ കമൻറ്റ് ചെയ്ത നിങ്ങളുടെ ഐഡിയിൽ നിന്ന് ആ സെയിം ഐഡി ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ 1000 രൂപ സമ്മാനമായി വന്നെത്തുന്നതായിരിക്കും. ബാക്കിയുള്ളവർ ടെൻഷൻ അടിക്കേണ്ട, അടുത്ത ആഴ്ച കിടക്കല്ലേ, നമുക്ക് സെറ്റാക്കാന്നേ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الله قبول ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ-റഹീമായ കരുണാവാരിധിയായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖായിബാക്കല്ലേ അല്ലാ. ഇതിൻ്റെ മിസ്ല സവാബ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. എല്ലാ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാ. മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. കഴിഞ്ഞ ദിവസം മഹാനായ സയ്യിദി അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ ദിവസമായിരുന്നു. പടച്ചോനെ, അവിടുത്തെ മദത് തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ് റിഫായി ഷെയ്ഖിൻ്റെ പേരിൽ ഒരു മജ്ലിസ് നമുക്ക് ഈ ആഴ്ച തന്നെ സംഘടിപ്പിക്കണം. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. പടച്ചോനെ, റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മദത് ഞങ്ങൾക്ക് തരണേ അല്ലാ. യാ റബ്ബന, ഒരുപാട് അസുഖബാധിതരുണ്ട്, പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ലാ. കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ. മക്കളെ നീ നേർവഴിയിലാക്കണേ അല്ലാ. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ലല്ലാ. ഈ മനസ്സലാമത്താക്കണേ പടച്ചോനെ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് തരണമല്ല പടച്ചോനെ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.